നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മീനശനി ഇടവവ്യാഴം 1200 കൊല്ലവർഷം മീനമാസം 30 ഞായറാഴ്ച ഉദയാദി 50 നാഴിക 20 വിനാഴികയ്ക്ക് ചോതി നക്ഷത്രവും കൃഷ്ണപക്ഷ പ്രതിപദ തിഥിയും പന്നിക്കരണവും വജ്രനാമ ചന്ദ്രാർക്ക യോഗവും കൂടിയ ദിവസം തുലാക്കൂറിൽ മകരലഗ്നത്തിൽ പൃഥ്വിഭൂതത്തിലാണ് ഈ വർഷത്തെ മേഷ വിഷു സംക്രമം വരുന്നത്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വിഷുവശാൽ ഈ വർഷത്തിൽ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ ഒരു വർഷം അനുഭവിക്കാനുള്ള യോഗമാണുള്ളത്. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയിക്കാനുള്ളൊരു യോഗം ഈ വർഷത്തിലുണ്ട്. ചാരവശാൽ ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ അപജയസ്ഥാനത്ത് 3-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അതേപോലെ തന്നെ ഏഴശനി തുടങ്ങിയിട്ടുണ്ട്. ഏഴശനിയിൽ ജന്മശനിയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ വിഷുവശാൽ അനുഭവിക്കാനുള്ള യോഗമാണ് കാണുന്നത്. വസ്ത്രലാഭം, പുതിയ വസ്ത്രങ്ങൾ വാങ്ങാനും മറ്റുള്ളവരിൽ നിന്നും കിട്ടാനൊക്കെയുള്ള യോഗമുണ്ട്. സമ്പൽ സമൃദ്ധി ഉണ്ടാകാനുള്ള യോഗമുണ്ട്. അതായത് സാമ്പത്തികമായിരിക്കുന്ന വർധനവുണ്ടാകാനും എല്ലാ കാര്യത്തിലും സമൃദ്ധിയോട് കൂടിയിട്ടുള്ള ജീവിതത്തിനും സ്ഥാന ബഹുമാനാദി ഗുണങ്ങൾക്കും യോഗമുണ്ട്. എന്ന് വെച്ചാൽ സ്ഥാന ബഹുമാനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ ആദരിക്കുക, നമുക്ക് നല്ല സ്ഥാനം തന്ന് ആദരിക്കുന്നൊരവസ്ഥ, നമ്മളെ കഴിവ് അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്നൊരു യോഗമുള്ള സമയമാണ്. ഏർപ്പെടുന്ന മേഖലകളിലൊക്കെ വിജയിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. 4 പേർ അറിയപ്പെടുന്ന രീതിയിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ള ഒരു വർഷമാണ് ഈ വർഷത്തെ വിഷുഫലപ്രകാരം പ്രദാനം ചെയ്യുന്നത്. വരുമാനത്തിൻ്റെ കാര്യത്തിൽ വൻ വർധനവിന് യോഗമുണ്ട്. പക്ഷേ അതിനനുസരിച്ച് ചിലവും വർദ്ധിക്കാൻ യോഗമുണ്ട്. അതായത് ഒരു 11 രൂപ കിട്ടിയാൽ 11 രൂപ തന്നെ ചിലവ് വരാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് വരവും ചിലവും തുല്യമായിരിക്കും. വലിയൊരു ബാധ്യതകളോ പ്രശ്നങ്ങളോ ഈ വർഷത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ വലിയൊരു മിച്ചം വയ്ക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല കാണുന്നത്. പക്ഷേ സമൂഹത്തിൽ ഉന്നതമായിരിക്കുന്ന സ്ഥാനം കിട്ടാനും തൊഴിൽ മേഖലയാണെങ്കിലും അഭിവൃദ്ധി ഉണ്ടാകാനും തൊഴിലെടുക്കുന്ന സ്ഥലത്ത് സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള സഹകരണങ്ങൾ ഉണ്ടാകാനും മാനസികമായിട്ട് പൊതുവെ സന്തോഷം അനുഭവിക്കാനും കുടുംബസുഖം അനുഭവിക്കാനും കുടുംബക്കാരും വേണ്ടപ്പെട്ടവർക്കൊക്കെ നല്ല അഭിപ്രായം നമ്മളെക്കുറിച്ച് ഉണ്ടാകാനും ഒക്കെ യോഗമുള്ള ഒരു സമയമായിട്ട് കാണുന്നു ഈ വർഷം. പക്ഷേ എന്നാൽ പോലും കണ്ടകശനിയുടെ ഒരു ദോഷം, ജന്മശനിയുടെ ഒരു ദോഷമുള്ളത് കാരണം കൊണ്ട് ശനിദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാടും വിഷ്ണു ക്ഷേത്ര നെയ്വിളക്കും ഭാഗ്യസൂക്ത അർച്ചനയും നടത്തേണ്ടതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.